പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നോർമലി നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തുന്ന സ്റ്റുഡിയോയിൽ വെച്ചിട്ടല്ല നമ്മളിവിടെ ഇന്നത്തെ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളായ കാരണത്താൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്റർ, ഈ ദിവസവുമുള്ള ഈ ദൈവവചന ശുശ്രൂഷകൾ പാസ്റ്റർ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ പലരുടെയും വാക്കുകളെ മാനിച്ചുകൊണ്ട് നമ്മൾ നോർമലായി ഒരു സ്ഥലത്ത് വെച്ചല്ല ഇന്നത്തെ നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ ചെയ്യുന്നതെങ്കിലും എനിക്കറിയാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഇവിടെ പറയപ്പെടുന്ന ദൈവവചനമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തയിൽ നിന്ന് ചില ദൂതുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവേ, ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തിൻ്റെ മേലും വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അങ്ങയ്ക്കുള്ളതാകുന്നു എന്നതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ വലിയ ദൈവിക ശക്തി നിങ്ങളുടെ മേൽ നിന്ന് ചലിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ ആരെങ്കിലും ജീവിതത്തിൻ്റെ മേലൊരു ഉദ്ധാരണത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ടെങ്കിൽ, ഞാനൊരു രോഗിയാണ്, എനിക്കിനി ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു വിടുതൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തയോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തിയുടെ കരം വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അത്ഭുതങ്ങൾ ഇവർക്കു വേണ്ടി ദൈവം ചെയ്യേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാനാവിലെ കല്യാണത്തിന് വന്ന് അവിടുത്തെ കുറവ് നികത്തിയ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പല കുടുംബങ്ങളിൽ നിന്ന് കുറവുകൾ ദൈവം നികത്താൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവം മഹത്വം ചലിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണമെന്നുള്ളതായിരുന്നു. ഒന്ന് ഞാൻ പറവാനിടയായി തോന്നുന്നു, നിങ്ങൾ കാത്തിരിക്കണം. ആമേൻ. കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ ദൈവം മഹത്വം പൂർണ്ണമായി ചലിച്ചിരിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ മഹത്വം ചലിക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രം മതി. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. 10 ദിവസമാണ് 120 പേർ മാളിക റൂമിൽ കാത്തിരുന്നത്. എന്നാൽ മഹത്വം ചലിച്ചത് വിദിന മൂവ്മെൻ്റ് ആണ്. പെട്ടെന്ന് ചിന്തിക്കാത്ത നിമിഷത്തിൽ അവൻ ഒരു നിമിഷം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. അവർ ആൾ മാറിയവനെ പോലെയായി. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും ഇതു തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 2, ഞാൻ പറവാനിടയായി തോന്നുന്നു, മഹത്വം ചലിക്കണമെങ്കിൽ ശൂന്യമാക്കപ്പെടണം, നീ ഇല്ലാതെയാകണം. ആമേൻ. നിന്റെ എബിലിറ്റികൾ, ആമേൻ, നിനക്ക് അറിയാമെന്നുള്ള ഭാവങ്ങൾ, എന്തിനു പറയുന്നു, നിന്റെ കയ്യിലുള്ളത് എല്ലാം തീർന്നു പോകുന്ന ഈ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിന്നോടുള്ള ദൂതാണ്, ദൈവിക മഹത്വം അതിശക്തമേറിയ രീതിയിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ചലിക്കുവാനുള്ള സകല സാധ്യതയും ഉണ്ട്. ശൂന്യമാക്കപ്പെട്ട പാത്രത്തിലാണ് ദൈവിക മഹത്വം ചലിക്കപ്പെട്ടത്. പ്രവാചകൻ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉള്ളത് തിന്നിട്ട് മരിക്കാനിരിക്കുകയാണ്. ആമേൻ. ശൂന്യമാക്കപ്പെട്ടു. എന്നാൽ അവിടെയാണ് ദൈവിക മഹത്വം ചലിച്ചത്. പത്രോസിന്റെ വല ശൂന്യമാക്കപ്പെട്ടു.
അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ചലിച്ചത്. ഇന്ന് ആരൊക്കെയോ കരയുന്നുണ്ട്, എൻ്റെ പേഴ്സ് ശൂന്യമാണ്, എൻ്റെ ബാങ്ക് ശൂന്യമാണ്, എൻ്റെ ആരോഗ്യം ശൂന്യമാണ്, എൻ്റെ വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ശൂന്യമായ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ നിന്നോടുള്ള ദൂത്, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ മഹത്വം ഈ സീസന്റെ മേൽ നിനക്ക് വേണ്ടി ചലിക്കപ്പെടും. അത് ചിലർ കാണാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ചത്, ആമേൻ, മഹത്വം ചലിക്കണമെങ്കിൽ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടണം. ഞാൻ ഒന്നുകൂടി പറയുന്നു, മഹത്വം ചലിക്കപ്പെടണമെങ്കിൽ നിന്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കണം. എവിടെയൊക്കെ ആരൊക്കെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ അവരെല്ലാം ദൈവപ്രവൃത്തി കണ്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ചന്ദ്രരോഗിയുടെ പിതാവ്. തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് രോഗിയെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. ആ പിതാവ് നേരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ ശാസിക്കുവാനിടയായി തീർന്നു, അല്പവിശ്വാസികളെ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂതത്തെ, ഈ രോഗിയെ സൗഖ്യമാക്കാൻ പറ്റിയില്ല? യേശു പറഞ്ഞ പദം ഇതാണ്, നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് അക്ഷരികമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നും നിങ്ങളോടുള്ള ദൂതും ഇത് തന്നെയാണ്. നിന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന മലയുടെ മുമ്പിൽ വിശ്വാസത്തോടുകൂടെ നീ കൽപ്പിക്കണം. അവൻ മലയോട് നിന്റെ വിഷയത്തെയല്ല പറയേണ്ടത്, നിന്റെ വിഷയത്തോട് നിന്റെ യേശുവിനെ പറ്റി പറയണം. നിന്റെ യേശുവിനെ പറ്റി നിന്റെ വിഷയത്തോട് നീ പറഞ്ഞാൽ, ഞാൻ നിങ്ങളോടൊരു പ്രവചനദൂത് കൈമാറാം. അക്ഷരികമാകുന്ന ദൈവപ്രവൃത്തി ഈ സീസന്റെ മേൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്ഷരികമാകുന്ന ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ അങ്ങനെ തന്നെ കാണുവാൻ വേണ്ടി പോകുകയാണ്. അവൻ നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്ന പ്രകാരമാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കേവലം അതൊരു വികാരമല്ല, അതിനപ്പുറത്ത് അതൊരാത്മീയ കാഴ്ചയാണ്. അതായിരിക്കും അതിൻ്റെ റൈറ്റ് വേർഡ് എന്ന് പറയുന്നത്. ആമേൻ. വിശ്വാസം എന്നത് പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് നീ കാണുമ്പോൾ എല്ലാം അസാധ്യമെന്ന് പറയുമ്പോഴും നിനക്കൊരകത്തൊരു കണ്ണ് ദൈവം തന്നിട്ടുണ്ട്. ഹൃദയദൃഷ്ടി എന്ന് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ കണ്ണുകൾ കൊണ്ട് നിനക്ക് സാഹചര്യത്തെ കാണാൻ പറ്റുമെങ്കിൽ, ആമേൻ, ഈ കണ്ണുകൾ കൊണ്ട് നിന്റെ അകത്തെ മനുഷ്യൻ പ്രകാശിച്ചിട്ട്, നിന്റെ അകക്കണ്ണ് പ്രകാശിച്ചിട്ട്, നിന്റെ സാഹചര്യത്തോട് നിനക്ക് വിശ്വാസത്തോടുകൂടി കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, ആമേൻ, നിനക്ക് ദൈവപ്രവൃത്തി ഈ സീസന്റെ മേൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുക. 2, നീ വിശ്വസിച്ച കാര്യം നീ പ്രഖ്യാപിക്കണം. 3-ാമത്തെ കാര്യം, നീ പ്രഖ്യാപിച്ച കാര്യം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു. 1, ദൈവത്തിൽ നിങ്ങൾ ആഴമായി വിശ്വസിക്കുക. ആ വിശ്വസിച്ച കാര്യം ഏത് വിഷയത്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വിശ്വസിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ അകക്കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടത്, ആ കണ്ട കാര്യം, ആ വിശ്വസിച്ച കാര്യം നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങൾ പ്രഖ്യാപിച്ച കാര്യം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അക്ഷരികമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. യേശു പറഞ്ഞത്, നിങ്ങളുടെ മുൻപിൽ ഒരു മലയുണ്ടായിരിക്കാം. ആ മലയെ നോക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വാസത്തോട്, ആ മലയോട്, അതാണ് റൈറ്റ് വേർഡ്, ആ മലയോട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണും ആ മല അവിടെ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന രോഗമാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ പറ്റിയുള്ള പ്രതിസന്ധിയാകട്ടെ, ഒറ്റപ്പെട്ട അനുഭവമാകട്ടെ, ഇതിൻ്റെ നടുവിൽ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ ആ വിഷയങ്ങളുടെ നടുവിൽ നിന്റെ ദൈവത്തെ പറ്റി നീ പറക. നിന്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറക. അങ്ങനെ നീ പറയുമ്പോൾ നിങ്ങളോടുള്ള ദൂതാണ്, നീ പറയപ്പെട്ട വിഷയത്തിന്റെ മേൽ അത്ഭുതകരം കണ്ടിരിക്കും. ചില കുടുംബങ്ങൾ ഈ സീസന്റെ മേൽ അത് കാണട്ടെ.
ആമേൻ. കരയുന്ന ചിലരുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ ഈ സീസണിന്റെ മേൽ കാണട്ടെ. അക്ഷരികമാകുന്ന ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിന്റെ മേൽ വെളിപ്പെടുമെന്ന് ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറയുകയാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സൂം മീറ്റിംഗ് ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ലാസറിനെ ദൈവം ഉയർപ്പിക്കുന്നതിന് മുമ്പ് ആമേൻ യേശുക്രിസ്തു വെളിപ്പെടുത്തിയത് ഇതാണ്: നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. നമുക്കറിയാം, ഈ ലാസറിന്റെ ഭവനം എന്ന് പറയുന്നത് യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ മാനുഷികമാകുന്ന കണ്ണുകൾ കൊണ്ട് പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയമാണ്. കാരണം മരിച്ചിട്ട് 4 ദിവസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നാറ്റം വെച്ചതിന് തുല്യമാണ്. ആമേൻ. എല്ലാം തീർന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് യേശുക്രിസ്തു പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ചിലരോടുള്ള ദൂതാണ് ഈ സീസന്റെ മേൽ നീ വിശ്വസിക്കുക. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: ഞാൻ വിശ്വസിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവമഹത്വം കാണും. യേശുവിന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, അത്ഭുതം സംഭവിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ആ വിഷയത്തെ പറ്റി സംസാരിച്ചു. ലാസറേ, നീ പുറത്തു വരികയെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞ പദമാണ്, നിങ്ങളൊരു അത്ഭുതം കാണാൻ വേണ്ടി പോകുകയാണ്, അതിന് നിങ്ങൾ വിശ്വസിച്ചോ, ഞാനതിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം: നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ യേശു റെഡിയായിട്ട് നിൽക്കുകയാണ്. ആമേൻ. ആ ഡെഡ് സിറ്റുവേഷന്റെ മേൽ അവൻ അത്ഭുതം ചെയ്യുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സാമ്പത്തിക കുരുക്കുകളിൽ പെട്ടുകൊണ്ട് ഇനി അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, എൻ്റെ യേശു അത്ഭുതം ചെയ്യുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതിനുള്ള ഒരു അന്തരീക്ഷം നീ ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. പറഞ്ഞാട്ടെ, ഈ സീസണിന്റെ മേൽ ഞാൻ ദൈവമഹത്വം കാണും. ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്ന ഇപ്രകാരമാണ്: ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. വിശ്വസിക്കുന്ന വിഷയത്തിന്റെ മേൽ മിണ്ടാതിരിക്കുകയല്ല, വിശ്വസിക്കുന്ന വിഷയത്തിന്റെ മേൽ ഞങ്ങൾ സംസാരിക്കുകയാണ്. നമ്മൾ എന്തിനു പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം അരുളി ചെയ്തു, സൃഷ്ടി അതുപോലെ തന്നെ അനുസരിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം പ്രഖ്യാപിക്കുന്നത് വരെ ഇരുട്ട് മാറിയില്ല. ആ ഇരുട്ടിന്റെ മേൽ വെളിച്ചം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇരുൾ അവിടെ നിന്ന് മാറിപ്പോകുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ ചിലരോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ പ്രൈസ് ദി ലോർഡ് സ്വർഗാത്മക സമൂഹത്തോട് നിങ്ങളുടെ വിശ്വാസം ദൈവാത്മ പ്രേരിതമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ ദൈവപ്രവൃത്തി നിനക്ക് കാണുവാൻ പറ്റും. ആമേൻ. ആമേൻ. ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിക്കുന്നതിന് മുമ്പ് പ്രിയവൻ പ്രഖ്യാപിച്ചു, ഇന്ന് യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ. നിങ്ങൾ നോക്കുക, ഇന്ന് യഹോവ എൻ്റെ കയ്യിലേൽപ്പിക്കും. അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രൊഫഷണൽ ആർമിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയമായിരുന്നു. ആമേൻ. എന്തിനു പറയുന്നു? രാജാവായ ശൗലിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയമായിരുന്നു. ആ യങ്ങായിരിക്കുന്ന യൗവനക്കാരനായിരിക്കുന്ന അധികം പൊക്കമില്ലാത്ത ദാവീദ് പറയുകയാണ്, ഇന്ന് ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അർത്ഥാൽ അവൻ്റെ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ വിഷയത്തിൻ്റെ മേൽ അവൻ ആക്ഷൻ ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. വിജയം കാണുന്നതിന് മുമ്പ് അവൻ സംസാരിച്ചു. ഇന്ന് നിങ്ങളോടുള്ള ദൂത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് സംസാരിച്ചു തുടങ്ങുക. ഒരു ദൈവപ്രവൃത്തി കാണുന്നതിന് മുമ്പ് നിന്റെ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് പറഞ്ഞു തുടങ്ങുക. ഒറ്റ കല്ലേ വേണ്ടി വന്നുള്ളൂ ഗോലിയാത്തിനെ താഴെയിടുവാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏതു വിഷയത്തിൻ്റെ മേലും
നിനക്ക് വിജയമുണ്ട്. ഏത് വിഷയത്തിൻ്റെ മേലും ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് പ്രീസലോ JB റോഡിൻ്റെ അടുത്തുള്ള ജോബിഷ് മോൾ സുൽത്താൻ പേട്ടിൻ്റെ അടുത്താണ്. അതിൻ്റെ 4ാം നിലയിൽ പ്രീസലോ സിൽവർ ഹോൾ എന്നറിയപ്പെടുന്ന ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ ആത്മീയ കൂടിവരവുകൾ നടക്കുന്നത്. ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രീസലോ വലിയ ദൈവപ്രവൃത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. വിശ്വസിച്ച വിഷയത്തിൻ്റെ മേൽ നിങ്ങൾ ദൈവമുഖത്വം കാണാൻ വേണ്ടി പോകുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുക. അത്ഭുതം നീ കണ്ടിരിക്കും. കർത്താവ്, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ സീസണിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തി ഇവരുടെ കുടുംബങ്ങളുടെ മേൽ നടക്കുന്നു, മക്കളുടെ മേൽ നടക്കുന്നു. റൈഷബാല ഘടകസി അന്തരീക്ഷം മാറുന്നു. പ്രീസലോഡ്, ഇവർ പറഞ്ഞതിൻ്റെ മേൽ ദൈവകരം കണ്ടിരിക്കും. ഈ സീസണിൻ്റെ മേൽ അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം. God bless you all.